പരിപാടിക്കാണ് ഇവർ ഈ 10 ലക്ഷവും 8 ലക്ഷവും ഒക്കെ മേടിക്കുന്ന സംഭവമാണ്. ഇത്രയൊന്നും ഇല്ല, ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റലിയിലായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വരാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാതെ. നമ്മൾ ഇറ്റലിയിൽ റോമിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റി ഇതൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ഒന്നല്ല കേട്ടോ. ഇതൊരു ഇറ്റലിയിൽ റോമിലുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഒരു 4 വർഷത്തോളം 5 വർഷത്തോളം ആയിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട്. അത് മാത്രമല്ല, ഞാൻ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ 2021 ഇൻടേക്കിൽ 2020 ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇവരുടെ പോർട്ടലിൽ എന്തൊക്കെ കോഴ്സുകളാണ് കാണിക്കുന്നത്, ഇവരുടെ പോർട്ടൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഇറ്റലിയിലോട്ട് വരാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടിരിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. വേറെ ആരുടെയും ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഓൺലൈനിലുള്ള പ്രോസസ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വ്യക്തമായിട്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ലാപ്പിൽ നോക്കുന്നത്. നിങ്ങൾക്ക് ഈ സെയിം സംഭവം ഫോണിൻ്റെ അകത്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കയറിയിട്ട് ഈസിലി ഫോണൊന്നും ലാപ്പൊന്നുമില്ല, ഈ എല്ലാം ഒരുപോലെയാണ്, നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ ഇവരുടെ സൈറ്റിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരാം. ഗൂഗിൾ എടുക്കുന്നു, നേരെ നമ്മൾ റോം ബിസിനസ് സ്കൂളിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. റോം ബിസിനസ് സ്കൂൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. റോം ബിസിനസ് സ്കൂൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് മേളിൽ, അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ചിലപ്പോൾ ഇറ്റാലിയനിലായിരിക്കും തന്നെ. അപ്പോൾ നിങ്ങൾ അത് നോക്കാതെ നിങ്ങൾ കുറച്ചുകൂടെ താഴ്ത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ ഉള്ളത് കിട്ടും. കണ്ടല്ലേ, ഇത് റോം ബിസിനസ് സ്കൂൾ. ഇതെടുക്കുക. ഈ റോം ബിസിനസ് സ്കൂൾ എടുത്തതിന് ശേഷം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ വെബ്സൈറ്റ്. അപ്പം ഇതിലെന്തൊക്കെയുള്ളേ, വാട്ട്സ് RBS. അപ്പോൾ നിങ്ങൾക്ക് ഈ റോം ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞ സംഭവത്തിനെ പറ്റി കൂടുതലായിട്ട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് നോക്കണം എന്നാണെങ്കിൽ ഇതിൽ കയറി നോക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5 വർഷമായിട്ടുണ്ടാകും. കാരണം ഞാൻ 2019 ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സോറി, 2020, 2019 അല്ല, 2020 ഞാൻ അപ്ലൈ ചെയ്തിട്ട് 2021 ഇൻടേക്കിലേട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ അന്നേരം എനിക്ക് കിട്ടിയ ഇവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയച്ചു തന്ന അക്സെപ്റ്റൻസ് ലെറ്റർ, ഇങ്ങനെയുള്ള കുറേ ഡോക്യുമെൻറ്റ്സ്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവരുടെ ഈ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ഇതിൽ എബൌട്ട് അസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമ്പസിനെ പറ്റി ഒന്ന് അറിയണമെന്നാണെങ്കിൽ ജസ്റ്റ് അത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹൂ വി ആർ, ഇവരുടെ ഡീറ്റെയിൽസ് കുറേ. റോം ബിസിനസ് സ്കൂൾ ഈസ് വൺ ഓഫ് ദ ലീഡിംഗ് ബിസിനസ് സ്കൂൾ ഇൻ ഇറ്റലി വിച്ച് ഓഫേഴ്സ് മാസ്റ്റേഴ്സ് ആൻഡ് MBA പ്രോഗ്രാംസ്. ഇത് ബോത്ത് എല്ലാ കോഴ്സസും ക്യാമ്പസിലും ഉണ്ട്, ഓൺലൈനിലും ഉണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. 161 രാജ്യങ്ങളിൽ നിന്ന് 2100 സ്റ്റുഡൻസ് പെർ ഇയർ ആണ് വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ ഇവരെ പറ്റി പറയുന്നുണ്ട്. അതിൽ 269 യൂണിവേഴ്സിറ്റികൾ പാർട്ണർഷിപ്സ് ഉണ്ട്, എഗ്രിമെൻറ്റ്സ് ഉണ്ട്. 26 കൺട്രികളിലും 4 കോണ്ടിനെൻറ്റ് വേൾഡ് വൈഡ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സ്ട്രോങ്ലി കണക്റ്റഡ് വേൾഡ്. 616 പരം കമ്പനീസിൽ പാർട്ട്ണറാണ്. നെറ്റ്വർക്കിംഗ്, ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം ഞാൻ ആദ്യം നിങ്ങളോട് പറയാം, ഈ ഒരു യൂണിവേഴ്സിറ്റി ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊന്നും തന്നെയല്ല. ഇതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിൻ്റേതായ ഫീസ് കാര്യങ്ങളൊക്കെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവരൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തും. ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. അപ്പം നമ്മൾ എടുക്കുന്ന കോഴ്സും അനുസരിച്ചിരിക്കും അവർ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന എത്ര % ആണെന്നുള്ളതൊക്കെ അറിയാനായിട്ട്. അപ്പം നമുക്ക് ഈ ഇവരുടെ ഈ കാര്യം ഡീറ്റെയിലൊക്കെ ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ കോഴ്സസ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഓൺ ക്യാമ്പസ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മേളിൽ കാണുന്ന ഈ ഓപ്ഷനിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ അത് ഇവിടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞ് കുറേ കോഴ്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? MBA ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, HR റിലേറ്റഡ് ആയിട്ട് കോഴ്സസ്, ഫിനാൻസ് ആൻഡ് എക്കണോമിക് കോഴ്സസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഫാഷൻ ലക്ഷറി, അതുപോലെ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി, ഇൻ്റർനാഷണൽ ലോ ഉണ്ട്, അത് ആർട്സ് മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്. അപ്പം ഞാൻ അന്ന് എടുത്തിരുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ UK അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് കുട്ടികൾ പോയിട്ട് ഒരുപാട് പഠിക്കുന്ന ഒരു കോഴ്സും കൂടിയാണ് ഈ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്. കാരണം വർക്ക് കിട്ടാനുള്ള ചാൻസ് ഹൈ ഉള്ള കോഴ്സസാണ് അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റികൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം എനിക്ക് തോന്നുന്ന ഒരു 2018 സമയം തൊട്ട് ഒരുപാട് പേര് ഈ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റിൻ്റെ പുറകെ പോകുക എന്നുള്ളൊരു സംഭവമായിരുന്നു. ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് പോയി പഠിച്ചിട്ടുണ്ട്. ആ ഒരു പീരീഡിലാണ് ഞാനും കേട്ടിട്ട്
ഈ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ ഞാനും ഒന്ന് അപ്ലൈ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എനിവേ പിന്നെ നീ ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള ഫാർമ ആൻഡ് ഹെൽത്ത് മാനേജ്മെൻറ്റ്, ഇത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണെന്ന് എനിക്കറിയത്തില്ല. ഇൻഡസ്ട്രി മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ എൻ്റർടൈൻമെൻറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ നമുക്ക് പോപ്പുലർ മാസ്റ്റേഴ്സ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എനിവേ നമുക്ക് സിംപ്ലി നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ നമുക്ക് ഈ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് തന്നെ സെലക്ട് ചെയ്തിട്ട് അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചത്, ഇപ്പം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച ഡിഗ്രി അതാണ്, ആ ഡിഗ്രിക്ക് അപ്പുറം നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് താല്പര്യം, അല്ലെങ്കിൽ ഏതൊരു മേഖല ചെയ്തിട്ട് പോകാനാണ് താല്പര്യം, ഇതൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് ഫുള്ളൊന്ന് ബ്രീഫായിട്ടൊന്ന് ആലോചിച്ച് ഒന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇനി അഥവാ അതല്ല നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് വേറെ ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് ഫീൽഡിൽ നിങ്ങൾക്ക് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ഇതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് എനിവേ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സിന് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. എനിവേ നമ്മൾ ഹോസ്പിറ്റാലിറ്റി ആൻഡ് മാനേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഫൈൻഡ് യുവർ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ മാസ്റ്റേഴ്സ് ഇൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാം എയിംസ് ടു ട്രെയിൻ പ്രൊഫഷണൽ, അത് അവരുടെ സംഭവം. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ച ടൂറിസം മേഖലയിലൊക്കെ നല്ല ചാൻസ് ഹൈ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇവർ പറയുന്നത്, ഇപ്പം ഞാനിപ്പോൾ ഇന്ന് നോക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ October 4. അപ്പം October 11 വരെ ഈ 25% സ്കോളർഷിപ്പ് ഉണ്ടെന്നുള്ളതാണ് പറയുക. ആ പീരീഡ് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് പിന്നെ കിട്ടത്തില്ലായിരിക്കും. അതിപ്പോൾ ഈ ഒരു വർഷത്തെ ഇൻടേക്കിനുള്ളതായിരിക്കും കേട്ടോ, അങ്ങനെ ആവാനാണ് സാധ്യത. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്, സാലറിയിലെ ഇതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ താഴ്ത്തിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, ഇൻ്റർനാഷണൽ ഓൺലൈന്, നമുക്ക് ഈ കോഴ്സ് ഓൺലൈനിൽ നാട്ടിൽ ഇരുന്ന് പഠിക്കാനുള്ള ഓപ്ഷനുണ്ട്. ചിലപ്പോൾ അതിന് ഫീസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ. അതേ സമയത്ത് നമുക്ക് ഈ കോഴ്സ് അതേ സമയത്ത് ഓൺ ക്യാമ്പസ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ലാംഗ്വേജ് ഇംഗ്ലീഷാണ് കൊടുത്തേക്കുന്നത്. 32 വയസ്സ് വരെയാണോ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിന് പ്രായപരിധി എന്നുള്ള ഒരു സംഭവം. ഓൺ ക്യാമ്പസ് 32 വയസ്സ് വരെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ താഴ്ത്തി കഴിക്കുന്നത് ഇത് ടോപ്പ് റാങ്ക്ഡ് 30 ഇൻ ഫുഡ് ആൻഡ് ബിവറേജ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. എന്താ സ്പോൺസർഷിപ്പോ, മിഷലിൻ്റെ സ്പോൺസേഴ്സാണ്, അങ്ങനെ എന്തൊക്കെയൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളെടുത്ത് നോക്കുക. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ താഴ്ത്തിട്ട് വന്നിട്ട് ഈ ഒരു കോഴ്സാണ് നമ്മൾ ഉറപ്പിച്ചെന്നാണെങ്കിൽ ഈ ഒരു കോഴ്സിന് നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? അവിടെ നമ്മൾ പഠിക്കുന്ന മോഡ് ഓൺ ക്യാമ്പസ്, ഇവിടെ നമ്മുടെ മെയിൽ ID അടിക്കണം, നമ്മുടെ കോണ്ടാക്റ്റ് ഓപ്ഷൻ, ഓക്കെ. അതിനുശേഷം ഇവിടെ നമ്മുടെ പേര് ആൽവിൻ, അതുപോലെ തന്നെ എൻ്റെ സർനെയിം ആൽവിൻ ജോൺ, എൻ്റെ പ്രായം 29, ഞാൻ മെയിൽ. അതുപോലെ തന്നെ നമ്മുടെ കൺട്രി ഓഫ് റെസിഡൻസ്, നമ്മൾ ഇന്ത്യ, നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ലേ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഇന്ത്യ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സ്റ്റഡി ലെവൽ, നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നുള്ളത് കൊടുക്കുക. നിങ്ങളിപ്പോൾ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PG ഒക്കെ പോലത്തെ മാസ്റ്റർ കോഴ്സുകൾ കഴിഞ്ഞാണെങ്കിൽ PG MBA അല്ലെങ്കിൽ MCA MCOM ഇത്തരം കോഴ്സുകൾ അതിലാണ് കഴിഞ്ഞതെന്നാണെങ്കിൽ, ഈവൻ ദോ PGDM ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈവൻ നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ കുട്ടി, ഇനി അതല്ല +2 കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ ഹൈസ്കൂള്, അതിന് താഴ്ത്തിക്കുള്ള എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഒന്ന് കൊടുത്തു നോക്കാം, 3 കൊല്ലത്തെ ബാച്ചിലർ ഡിഗ്രി. ഇതിന് ശേഷം നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്മുടെ ഫോൺ നമ്പർ 90740. ഇവിടെ ഞാൻ എൻ്റെ ഫോൺ നമ്പറും ഡയൽ ചെയ്തു. അതിനുശേഷം നമ്മളിതാ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും. അപ്പോൾ ആ പേജിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവും, അതനുസരിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോവുക. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് സെൻഡ് യുവർ CV. താങ്ക് യു ഫോർ യുവർ ഇൻട്രസ്റ്റ് ഇൻ റോം ബിസിനസ് സ്കൂൾ. നമ്മുടെ 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഇതിനുള്ള ഫോൺ കോൾ വഴിയോ ആ രീതിയിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് താഴെ അവർ പറഞ്ഞിട്ടുണ്ട് സെൻഡ് അസ് യുവർ CV നൗ. ടു അപ്ലൈ സെൻഡ് അസ് യുവർ CV ഓർ റെസ്യൂം ത്രൂ അപ്ലൈ നൗ ലിങ്ക് ബിലോ. അപ്പോൾ സെൻഡ് CV ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ അഡ്മിഷൻ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു പുതിയൊരു പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് അവർ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം വായിച്ച് നോക്കുക.
മനസ്സിലായില്ലേ? നമ്മൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെറുതെ ഇങ്ങനെ ടക്ക് 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 എന്ന് പോവാതെ നമ്മൾ എന്താ അതിലുള്ളത്, എന്താണ് അവർ വ്യക്തമായിട്ട് അതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്, നമുക്കത് ഇവർ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവരുടെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയം എടുത്ത് ഇതെല്ലാം വായിച്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം കണ്ടില്ലേ ഇത് നമ്മൾ മനസ്സിലായി ടൈപ്പ് ഡി സ്റ്റുഡൻറ്റ് വിസയാണ് നമുക്ക് ഇതിന് കിട്ടുന്നത്. അപ്പം കണ്ടില്ലേ അഡ്മിഷൻ പ്രോസസ്സ്, ഓൺലൈൻ പ്രോസസ്സ്, ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ ഘട്ടമായിട്ട് പോകേണ്ട രീതികൾ എന്നുള്ള അവർ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് കേട്ടോ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടായിരുന്നു. നമ്മൾ ഈ ഏജൻസിയിലൊക്കെ പോയിട്ട് സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞല്ലേ ഇല്ലാത്ത കാശ് 8-10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇതുപോലെ പൈസ കൊടുത്തിട്ട് ഇത് ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് ഇതുപോലെ വീട്ടിൽ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് ചെയ്യാവുന്ന എന്തിനൊരു ഫോണിൻ്റെ അകത്തുനിന്ന് ചെയ്യാവുന്ന പരിപാടിയുള്ളൂ ഇത്. അപ്പോൾ ഇത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതുപോലുള്ള നമുക്ക് അതിനെപ്പറ്റി ഇത് പറഞ്ഞ ആളുകൾക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കുന്ന ആൾക്കാർ. മനസ്സിലായില്ലേ? ആളുകൾ തന്നെ പറ്റിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കുക. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് റിവ്യൂ ചെയ്യും. എന്നിട്ട് പ്രീ അഡ്മിഷൻ കമ്മിറ്റി 3 ദിവസത്തിനുള്ള റിവ്യൂ നമുക്ക് റെസ്പോണ്ട് ചെയ്യും. Application outcome. If your application has passed the initial screening, you will receive a phone call invitation to schedule your interview, selection interview. അപ്പോൾ നമ്മുടെ ഈ സംഭവങ്ങൾ അയച്ച CV ഇംഗ്ലീഷിലുള്ള നമ്മുടെ CV നമ്മുടെ ഇതിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ അവർ അത് നമ്മുടെ ഇത് സ്ക്രീൻ ചെയ്യും. അതിനുശേഷം നമ്മുടെ ഫോണിലേക്ക് ഇവർ ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോൾ ചെയ്യും. അതിനുശേഷം നമുക്കൊരു ഡേറ്റ് തരുവാണ്. ഇന്ന ഡേറ്റിൽ ഇത്ര മണിക്കാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ. ചിലപ്പോൾ ഗൂഗിളിലായിരിക്കാം, ഗൂഗിൾ മീറ്റ് വഴി ആയിരിക്കാം, ചിലപ്പോൾ സ്കൈപ്പ് ആയിരിക്കാം, ഇല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ജസ്റ്റ് ഫോൺ കോൾ ആയിരിക്കാം. അത് നിങ്ങളുടെ CVയും നിങ്ങളുടെ ബാക്കി ഇതെല്ലാം നോക്കിയതിനനുസരിച്ചായിരിക്കും, വാല്യുവേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അവർ ഡിസൈഡ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് വിൽ കണ്ടക്ട് 30 to 45 മിനിറ്റ് ഇൻ്റർവ്യൂ ഓഫ് കാൻഡിഡേറ്റ്സ്. അപ്പം 30 തൊട്ട് അരമണിക്കൂർ തൊട്ട് 45 മിനിറ്റ് വരെയുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും CV ഇവാലുവേഷൻ പ്രോസസ്സിന് ഇവർ എടുക്കുന്നത്. സെലക്ഷൻ ഇൻ്റർവ്യൂസ് ആർ ഹെൽഡ് വിയ ടെലിഫോൺ, സ്കൈപ്പ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. അതിനുശേഷം അഡ്മിഷൻ കമ്മിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ വൺസ് യു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദി ഇൻ്റർവ്യൂ ഓപ്ഷൻ ടു അഡ്വാൻസ് ഫൈനൽ ഡിസിഷൻ മെയ്ഡ് ബൈ ദ അഡ്മിഷൻ കമ്മിറ്റി. സ്ക്രീൻ ഡ്യൂപ്ലിക്കേഷൻ ഓക്കെ. അപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് ശേഷം നിങ്ങളെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി അവർ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പകുതി സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ഈ പർട്ടിക്കുലർ കോഴ്സ് എടുത്ത സമയത്ത് 25% ആണ് ഡിസ്കൗണ്ട് എന്നാണ് ആദ്യം കണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഫ്ലുവൻസി, നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്നുള്ള അവർ നിങ്ങളുടെ CVന്നും നിങ്ങളോടുള്ള ഇൻ്റർവ്യൂന്നുമാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും അവർ ഈ ഒരു സ്റ്റുഡൻറ്റ് അതിന് എലിജിബിൾ ആണോ എന്നുള്ള മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ചിലപ്പോൾ പകുതി എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാർഷ്യൽ സ്കോളർഷിപ്പാണ് അന്ന് കിട്ടിയിരുന്നത്. അന്ന് അത്യാവശ്യം ലാംഗ്വേജ് ഇംഗ്ലീഷിൽ സംസാരിച്ചതുകൊണ്ട് അങ്ങനെ എനിക്ക് കിട്ടിയിരുന്നു. ഞാനത് കാണിച്ചു തരാം. അവസാനം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചു തരാം. പിന്നെ എൻറോൾമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. കാരണം 5 സ്റ്റേജായിട്ട് ഘട്ടമായിട്ട്. അപ്പോൾ നിങ്ങളിത് വായിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ഇത് കയറി സമാധാനപരമായിട്ട് നിങ്ങൾ ആദ്യം വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടിട്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതനുസരിച്ച് നോക്കി സൈറ്റ് കയറുക. നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. എനിക്ക് അറിയാവുന്ന വിധത്തിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ എൻറോൾമെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് accepted candidates to Rome Business School will be issued instructions on enrollment procedures. അപ്പോൾ അതിനകത്ത് 2 ഓപ്ഷൻസാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നമ്മൾ ഫുള്ള് ട്യൂഷൻ ഫീസ് പേ ചെയ്യണം, ഇതല്ലെങ്കിൽ മിനിമം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഞാൻ അന്ന് ആദ്യത്തെ 2 സെമിസ്റ്റർ ഫീസ് ഓൾമോസ്റ്റ് 4 ലക്ഷം രൂപയോളമാണ് ഞാൻ അന്ന് അടച്ചിരുന്നത്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളെല്ലാം വായിച്ചതിന് ശേഷം ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ വേറെ സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ സെലക്ട് യുവർ മാസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ്റെ അകത്ത് സെലക്ട് കോഴ്സ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ഇൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് കണ്ടില്ല. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ കണ്ടില്ല, നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. കാരണം ഒരുപാട് കോഴ്സുകളുണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ടില്ലേ, എല്ലാം എന്താ പറയുക ഡീറ്റെയിൽഡായിട്ട് 1 by 1 ആയിട്ട് അവർ ഇത് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്ത് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എടുക്കേണ്ട ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ഇൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അതെടുക്കാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ലേണിംഗ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ഓൺ ക്യാമ്പസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID മനസ്സിലായില്ലേ?
ആദ്യം ഫില്ല് ചെയ്ത പോലെ തന്നെ നമ്മുടെ പേര്, സർനെയിം, അതിനുശേഷം നമ്മുടെ കൺട്രി ഓഫ് റെസിഡൻസ്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് അല്ലേ, നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടെന്നുള്ള രീതിയിലല്ല അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റഡി ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത്, ബാച്ചിലേഴ്സ് ഡിഗ്രി. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ. ഓക്കെ, ഇതിന് ശേഷം നമ്മൾക്കിത് ഇവിടെ ഒരു ചൂസ് CV എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ CV ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ CVയും കൂടെ ഈ കൂട്ടത്തിൽ നിങ്ങൾ നല്ലൊരു CV ഉണ്ടാക്കിയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ നല്ലൊരു CV ഉണ്ടാക്കിയിട്ട് അത് ഈ കൂട്ടത്തിൽ തന്നെ അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇവർ നമ്മളെ അയച്ചിരിക്കുന്ന നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ CV, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന കോഴ്സ് നമ്മുടെ CV വെച്ചിട്ട് അവർ മാച്ച് നോക്കും, ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ എത്രത്തോളം എലിജിബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ രസത്തിന് ഈ കോഴ്സ് ചൂസ് ചെയ്തേക്കണതാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും ഇവർ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും. നമ്മുടെ ഞാൻ പറഞ്ഞ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, നമ്മുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട്, അതൊക്കെ അനുസരിച്ചായിരിക്കും പിന്നെ സ്കോളർഷിപ്പും കിട്ടാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിവേ ഇത്രയൊക്കെ ഉള്ള പരിപാടി ഇതേ ഉള്ളൂ. ബാക്കി ഇത് കഴിഞ്ഞിട്ടുള്ള പിന്നെ വിസ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഒരുപാട് വേറെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇൻസ്ട്രക്ഷൻസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ഇവർ ഗൈഡ് ചെയ്യുന്നതാണ്. ഇവരുടെ വെബ്സൈറ്റിൽ പോർട്ടലിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ പ്രോസസ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇൻ്റർവ്യൂ ഈ പറഞ്ഞ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്ത് ഒരു അക്സെപ്റ്റൻസ് ലെറ്റർ നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആ അക്സെപ്റ്റൻസ് ലെറ്റർ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്ക് അന്ന് തന്നിരുന്ന അക്സെപ്റ്റൻസ് ലെറ്ററാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത്. ഇതാണ് അന്ന് എനിക്ക് അവർ തന്നിരുന്ന അക്സെപ്റ്റൻസ് ലെറ്റർ. ഡിയർ ആൽവിൻ ജോൺ, ഓൺ ബിഹാഫ് ഓഫ് ദി എൻറ്റയർ റോം ബിസിനസ് സ്കൂൾ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് ആയിരിക്കും അവർ നമുക്ക് തരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അതിനുശേഷം ഒരു രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞൊരു സാധനം അവർ തരും. ഈ രജിസ്ട്രേഷൻ ഫോം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞാൽ. ഞാൻ അവിടെ ഫീസ് കൊടുത്തതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 6,800 യൂറോ എനിക്ക് ടോട്ടൽ ഫീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ 4,000 സംതിങ് യൂറോ ആണ് ഞാനന്ന് പേ ചെയ്തിരുന്നത്. അതുകൂടാതെ എനിക്ക് 2,000 സംതിങ് യൂറോ, ഓൾമോസ്റ്റ് 3,000-4,000 യൂറോ അടുപ്പിച്ച് എനിക്ക് സ്കോളർഷിപ്പും കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു രജിസ്ട്രേഷൻ ഫോം, ഇതുപോലെ നമ്മുടെ ഡീറ്റെയിൽ, നമ്മൾ ഏത് രീതിയിലാണ് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ടാവും. ഞാൻ 4,146 യൂറോ ആണ് അന്ന് അവർക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഇതെങ്ങനെയാണ് ചെയ്തത്, ഇതൊരു ഫോമാണ്, രജിസ്ട്രേഷൻ ഫോമാണ്. ഈ ഒരു ഫോം വേണ്ട രീതിയിൽ അവർ പറയുന്ന വിധത്തിൽ ഫില്ല് ചെയ്ത് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ അതിനകത്ത് ജനറൽ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അവരുടെ കാര്യങ്ങൾ, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇനി എന്തെങ്കിലും കാരണവശാലും ഒരു റീഫണ്ട് കാര്യങ്ങൾ, കാരണം ആ ടൈമിൽ ഇപ്പോൾ ഒരുപാട് ടൈമായില്ല, 4 വർഷം സമയമുണ്ടല്ലോ, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇവരെന്തെങ്കിലും റൂൾ ചേഞ്ചോ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ റീഫണ്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും മാറ്റങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ഇതൊക്കെ വായിച്ചു നോക്കുക. കാരണം ഇൻ കേസ് നിങ്ങളുടെ വിസ എന്തെങ്കിലും കാരണവശാൽ റിജക്റ്റ് ആവുക അങ്ങനെ എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റീഫണ്ട് ചോദിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ രജിസ്ട്രേഷൻ ഫോം ആണ് ഈ സംഭവത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതും കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കണ്ട. ഡേറ്റ് 11/12/2020. ഞാൻ ആ ടൈമിൽ ചെയ്ത സംഭവമായിരുന്നു ഇത്. അതുകൂടാതെ നമുക്ക് വേറൊരു സംഭവം കൂടെ അവർ തരും. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് അവർ വേണ്ട രീതിയിലുള്ള എല്ലാ ഗൈഡൻസും കാര്യങ്ങളെല്ലാം അവർ സംഭവം തരും. ആ കൂട്ടത്തിലുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ഇതാണ് വിസ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള സംഭവം. കൺഗ്രാജുലേഷൻ, നിങ്ങൾ ഒഫീഷ്യലി റോം ബിസിനസ് സ്കൂൾ സ്റ്റുഡൻറ്റ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കുറേ സംഭവങ്ങൾ, അക്സെപ്റ്റൻസ് ലെറ്റർ, സർട്ടിഫിക്കറ്റ് ഓഫ് എൻറോൾമെൻറ്റ്, ഇൻവിറ്റേഷൻ ലെറ്റർ, ഡിക്ലറേഷൻ ഓഫ് വാല്യൂ എക്സംഷൻ, റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ്, ജനറൽ ഇൻഫർമേഷൻസ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്സെപ്റ്റൻസ് ലെറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ട, എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ള അക്സെപ്റ്റൻസ് ലെറ്ററാണ്. ഞാൻ വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കളവ് പറഞ്ഞതല്ല. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അന്ന് അപ്ലൈ ചെയ്തായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതെനിക്ക് അവർ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയച്ചു തന്നേക്കുന്ന അവരുടെ ഇതിലുള്ള സംഭവമാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആളുടെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്.
ഇത് അവർ രണ്ട് ലാംഗ്വേജ്, ഇറ്റാലിയനിലും ഇംഗ്ലീഷിലും ആയിട്ടാണ് അവർ അയച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് എൻറോൾമെൻറ്റ് ഇത് കണ്ടില്ലേ, എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇറ്റാലിയനിലാണ്. ഇതാണ് ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ്. ഈ ഒരു ഡോക്യുമെൻറ്റും പർട്ടിക്കുലറി ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. കണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, എൻ്റെ ഡീറ്റെയിലും എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, ഡിക്ലറേഷൻ ഓഫ് വാല്യൂ എക്സംഷൻ, അതതിൻ്റെ കാര്യങ്ങളൊക്കെ സംഭവം ഡീറ്റെയിൽ എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിതെല്ലാം വായിക്കണം. ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ പാസ്പോർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാവരും ഉണ്ടാക്കി തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പാസ്പോർട്ട് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ കൊടുത്തേക്കുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൽ നിന്ന് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഇത് വാലിഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവരെ ഇൻഫോം ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഇത് എൻ്റെ പേരിൽ ഇതിനൊരു സ്പെല്ലിങ് കൂടുതലുള്ള അല്ലെങ്കിൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇന്ന തെറ്റുണ്ട്, ഇത് എന്താ പ്രശ്നമുള്ളതെന്നുള്ളത് നിങ്ങൾ അവരോട് പറയുക. അവർ വാട്സപ്പ് ത്രൂ ആയിരിക്കും നിങ്ങളെ പിന്നെ മുന്നോട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതിന് താഴെയുള്ളത് ഇങ്ങനെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് ഇതിൽ, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ റെസിപ്റ്റ്, നമ്മൾ പേയ്മെൻറ്റ് നമ്മൾ അടച്ചു എന്നുള്ളതിൻ്റെ റെസിപ്റ്റാണിത്, മനസ്സിലായില്ലേ? പകമെന്തോ റിച്ചൂത്തതി പകമെന്തോ നമ്മൾ പേയ്മെൻറ്റ് നമ്മുടെ ഫീസ് നമ്മൾ പേ ചെയ്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഇതാണ്. പിന്നെ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് എല്ലാം എഴുതിയിട്ടുണ്ടാകും കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനി അതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ സ്റ്റുഡൻറ്റ് സർവീസ് വഴി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് വഴി കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരുടെ ഈ കാണുന്ന ഈ ഇമെയിൽ വഴി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് അവരോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിൾ പരിപാടിയാണ്. ഇതിനാണ് ഈ പൈസ എല്ലാം കൊടുത്ത് ഇങ്ങനെ പോണ സംഭവങ്ങൾ. അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. അതാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ടൈമിൽ ഇവർ വേറൊരു ഡോക്യുമെൻ്റ് തരും. ഈ ഇത് എംബസ്യാത്തെ ഇറ്റാലിയ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് വരും. അപ്പോൾ ഈ ഡോക്യുമെൻറ്റും അവർ തരും. നമ്മൾ വിസ അപ്ലൈ ചെയ്യാനായിട്ട് VFSൽ ഡേറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് പ്രോപ്പർലി ഫില്ല് ചെയ്ത് നമ്മൾ കൊണ്ടു ചെല്ലേണ്ടതാണ്. ഇതിൻ്റെ അത് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ നോക്കി സൗകര്യാനുസരണം സമയം എടുത്ത് ഇത് ഫില്ലപ്പ് ചെയ്ത് VFSൽ ഡേറ്റ് എടുത്ത് നിങ്ങൾ വിസ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ ഇതിൽ ഇതുണ്ട്, എംബസിയിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതും ആ കൂട്ടത്തിൽ നമ്മൾ നോക്കണം. കണ്ടില്ലേ, ഇത് ഇത്രയും ഫില്ല് ചെയ്യാൻ കിടക്കുന്ന ഒരു വലിയൊരു സംഭവമാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സ്റ്റുഡൻറ്റ് വിസ ഇറ്റലിയിൽ സിംപ്ലി അപ്ലൈ ചെയ്യാനുള്ള ഒരു യൂണിവേഴ്സിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിലത് കാണിച്ചു തന്നേക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇറ്റലിയിലേക്ക് വരാതിരിക്കുന്ന സുഹൃത്തുക്കൾക്ക്, കൂട്ടുകാർക്കോ അല്ലെങ്കിൽ കസിൻസിൻ്റെ വീട്ടുകാർക്ക് ഇവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരായിട്ട് മുന്നോട്ട് ഇതുപോലെ ഇങ്ങനെ വരാനൊക്കെ ഉദ്ദേശമുണ്ടെങ്കിൽ വീട്ടുകാരെ ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. പപ്പ അമ്മ ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ഇത്രയും പൈസയൊന്നും കൊടുക്കണ്ട നമുക്ക് പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണിക്കുക. സോ താങ്ക് യു സോ മച്ച്.